എടോ കുറുപ്പേ, എത്ര നേരം ഒരു ചായക്ക് പറഞ്ഞിട്ട്? സാർ റെഡി ആയിരിക്കുന്ന കാര്യം അറിഞ്ഞില്ല, ക്ഷമിക്കണം. സാറിന് ചായ മാത്രം മതിയോ അതോ കുറച്ച് ഏത്തപ്പഴം കൂടി പുഴുങ്ങിക്കൊണ്ട് തരട്ടെ? എന്ത് പണ്ടാരെങ്കിലും എടുത്തോണ്ട് പാടോ. എനിക്കട്ടെ നമ്മുടെ കുഞ്ഞിങ്ങോട്ട് വരട്ടെ. എന്റെ അഹമ്മദ് വെക്കാൻ പറയുന്നുണ്ട്. സാറില്ലാത്തപ്പോ സാറിന് അലക്കാനിട്ട് ഉടുപ്പും തൊപ്പിട്ടുകൊണ്ട് നടക്കാൻ ഞാൻ പറയും. ഊരടായി അലക്കാനിട്ട ഡ്രസ്സാണെങ്കിലും അതിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എനിക്ക് പിടിക്കുന്നില്ലല്ലോ കുറുപ്പേ. എന്റെ പ്രൊമോഷൻ ഞാൻ ഊരട ഡോബി കാത്ത് കിട്ടാ. നീ വെറും പട്ടാളക്കാരനാ, ഒരു ശിപ്പായി. നിന്റെ ഭാവം കണ്ട നീ കാണലും തമ്പ്രാൻ കുഞ്ഞ് ശിപ്പായി അന്നേ തോന്നുള്ളൂ. വന്ന് വന്ന് നിനക്ക് ആരും പേടിയില്ലാണ്ടായി. അതിനെങ്ങനെ തമ്പ്രാൻ കുഞ്ഞ് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കല്ലേ. പക്ഷെ ആ തണ്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. ചൂടാവല്ലേ കുറുപ്പേട്ട, ഞാൻ ഒരു തമാശ അടിച്ചില്ല. തമാശ മനുഷ്യ ഭ്രാന്തായിരിക്കുമ്പോഴാണ് അവന്റെ ഒരു തമാശ. എല്ലാവർക്കും കയറി ഇറങ്ങാൻ ഞാൻ ഒരുത്തണ്ടല്ലോ ഇവിടെ. തമ്പ്രാട്ടി മരിച്ച ദിവസം കോവിലാകം വിട്ട് പോവാൻ നിന്നവനാ ഞാൻ. തമ്പ്രാൻ കുഞ്ഞ് പറഞ്ഞുകൊണ്ട് നിന്നാ. പക്ഷെ അന്ന് തൊട്ട് തൊട്ടേനും പിടിച്ചതിനൊക്കെ തെറി എനിക്കാ. ഇന്ന് രാവിലെയും കിട്ടി കുറെ കാപ്പൂമ്മ. എന്നെ ഇതുവരെ മണീന്നല്ലാതെ കാപ്പൂമ്മ എന്നൊന്നും വിളിച്ചിട്ടില്ല. എന്നെ വിളിക്കില്ലല്ലോ. നീ അങ്ങേരുടെ ചക്കരും പഞ്ചാരും ഒക്കെ അല്ലേ. കുഞ്ഞനിയ എന്നല്ലേ വിളിക്കുന്നത് തന്നെ. വാച്ച്, ഷൂസ്, കളസമൊക്കെ വാങ്ങിത്തരല്ലേ. ഇനി മണികണ്ഠ തമ്പുരാനാക്കി കേടാ പേര്. നിന്നെ അയാൾ കൊഞ്ചിച്ച് വഷളാക്കി. നീ ഒന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല. എന്നെ കൊഞ്ചിക്കുന്നതേ എന്റെ സ്വഭാവ ഗുണം കൊണ്ടാ. നിങ്ങളെ തെറി പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട്. എടാ, എന്റെ കയ്യിലിരിപ്പ് ശരിക്കും നീ കണ്ടിട്ടില്ല. അയ്യേ, എനിക്ക് കണ്ടേ. ഒന്നും എടുത്ത് വെച്ചില്ലേ? ഈ വിസ്കി എന്താ? അല്ല, സാധനം ഒരു തുള്ളി പോലും ഇല്ല. ഇല്ലേ? മനുഷ്യന് കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇല്ലെങ്കിൽ വാങ്ങി വെക്കണം. അതിനല്ലേ ഞാൻ അവിടെ വന്നേ. അപ്പൊ സാറല്ലേ അവിടെ നിന്ന് എന്നെ ഓടിച്ച്. ഞാൻ വിചാരിച്ചു സാറ് കുടി നിർത്തിന്ന്. കുടി നിർത്തിയ അച്ഛൻ അല്ല, നിന്റെ കൈ കാണുമല്ലോ. എന്റെ കയ്യില്ല. എന്താ, നീ കഴിക്കാറില്ലേ? കുപ്പി വാങ്ങാനല്ലേ നീ ക്യാൻറ്റീനിൽ കിടന്ന് അടി ഉണ്ടാക്കിയത്? അത് ഈ റമ്മ. റമ്മൻ തന്നെ പിടിച്ച് വിഴുങ്ങോ? ഓടുത്തോടാ. അല്ല, എനിക്ക് ഒരു മാസത്തേക്ക് കഴിക്കാൻ. ഒരു മാസത്തേക്ക് നീ കഴിക്കണ്ട പോ. അല്ല സാർ, ഒന്നുകൂടി ആലോചിച്ച്. എന്തെടുത്ത്? എന്റെ മദ്യത്തില് പാറ്റ വീണു കുറുപ്പേട്ട. ആകെ കുഴഞ്ഞു. എന്റെ റം വേണോന്ന്. ആർക്ക്? സാറിന്. ഇപ്പൊ തന്നെ 5-6 വീശിയുണ്ട്. ഇനി അതിന്റെ പുറത്ത് ഇനി ഇത്. ആകെ ഒരു കുപ്പി എന്റെ കയ്യിലുള്ളൂ. നിനക്കത് കിട്ടണടാ, കിട്ടണം. വല്ലപ്പോഴും ഞാനൊരു തുള്ളി വെച്ചാൽ കിടന്ന് ചാടലല്ലേ. അതിന് ദൈവം തന്നാണിത്. ഈശ്വര, ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത്. സർ, ഒരു മാറ്റവും ഇല്ലാതെ ചിട്ടയോടെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു അല്ലേ കുറുപ്പേട്ട? അതെ, പക്ഷെ ഇന്നൊരു മാറ്റമുണ്ട്. എന്താ അത്? സാധാരണ വിസ്കി അല്ലേ, ഇന്ന് എന്റെ റമ്മ. എടാ, ഇത് മദ്യല്ലടാ, കരിമ്പിൻ ജ്യൂസാ. അറിയോ നിനക്ക്? പൂവ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ കൊണ്ടുപോകാറുണ്ട്. അവൻ വീണ്ടും തുടങ്ങി അവന്റെ ഒരു നാട്. ഉളുവ തമ്പുരാൻ. എന്ത് മാങ്ങാത്തോലും എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അവൻ പറയും അത് അവന്റെ നാട്ടിലുണ്ടെന്ന്. നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ? അയ്യോ, അത് മാത്രമില്ല. കുറുപ്പേട്ടനൊന്ന് അത്രയിടം വരെ വന്നാ അതുമായി. തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. വണ്ടി ഇത് ലേറ്റാ. ആ വെട്ടിടും. സൂക്ഷിച്ചു പിടിക്കണേ. ആ, നടന്നോ. എത്തിയോ? പഞ്ചായത്ത് പ്രസിഡന്റ് GK മേനോൻ. ആളെ കണ്ടാൽ പരമയോഗ്യൻ. നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡാ അല്ലേ? ഒരാഴ്ച ഇന്ന് വരും നാളെ വരും പറഞ്ഞ് കാത്തിരിക്കുന്നു. മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണം. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ. ഞാൻ വിചാരിച്ചതിന് ജോലി തീർപ്പിക്കാൻ പറ്റും. അറിയോ? ഞാൻ ആരാണെന്ന് വിചാരിച്ചാ തനി കിടന്ന് ചാടുന്നേ? താൻ വെറുതെ ആടിനും പാണ്ടും ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ? ഗമ കണ്ടാ തോന്നും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടറോ? നോക്കി ഇന്ന് സമയം കളയണ്ട. പെട്ടിയും കൊട്ടൊക്കെ എടുത്തു വെച്ച് പണിയിടങ്ങാം. ആദ്യം തരി ഉടക്കാനുള്ള എന്റെ ഒക്കെ തരി ഉടച്ച് പണിയെടുപ്പിക്കാറാക്കുക. പിന്നെ ചവിട്ടിക്കാൻ ഒരു കാളയൊരു. നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? പശുവിന് ഗർഭം ഉണ്ടാക്കാനും തരി കൊടുക്കാനുള്ള ആളാ അദ്ദേഹം. മൃഗ ഡോക്ടർ അല്ലേ? മൃഗ ഡോക്ടറല്ല, മിലിറ്ററി ഓഫീസറാ. പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നെ? ആള് വന്ന് വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നു. വിളിച്ചപ്പോ പറയണ്ടേ? ഞാൻ ഇയാൾ ഗോവിന്ദനായരാന്നാ വിചാരിച്ചത്. എടോ, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ കൊണ്ടൊരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ. മരം കോടനാ താൻ. കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ കയറെടുക്കുന്ന പോത്തക്കോടൻ. ഞാൻ എന്ത് ചെയ്തു? വല്ലവന്റെ നില പെട്ടിയെടുത്ത് വെച്ച് കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്.
എടോ വായി നോക്കി നിൽക്കാതെ ആരോടെങ്കിലും ഒന്ന് വാതറൊന്ന് ചോദിക്കടോ ഈ മുടിഞ്ഞ കൗണ്ടർ വീട് എവിടെയാണെന്ന്. ശ്ശെ. അയ്യോ ഇതെന്ത് പറ്റി? ഇത് ആര് പിടിച്ചിട്ട് പോപ്പെട്ട? ആ നിങ്ങളൊന്ന് മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ. പെട്ടെന്ന് എവിടുന്നാലും എനിക്കറിയില്ല, മുഖം മൂടിയിട്ട് 4-5 കള്ളന്മാർ എന്റെ മേല് ചാടി വീണു. മുഖം മൂടിയോ? ആ മുഖം മൂടിയിട്ട് കറുത്ത് ധരിച്ച 5-6 ഇരുമ്പന്മാര്. ഞാൻ ഒച്ച വെച്ചപ്പോ അതിലൊരുത്തൻ എന്നെ ഒറ്റ പിടിച്ചു. മറ്റവനെ തുണി കയറ്റി എന്നെ അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ തമ്പ്രാൻ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കൊടിയും എല്ലാം അവന്മാർ തൂത്തുവാരിക്കൊണ്ടേ മുറികളെല്ലാം കുത്തിമറിഞ്ഞ് തോക്കടക്കം കൊണ്ടുപോയി. തോക്ക്? ഇനി നോക്കിയിട്ട് എന്താണ് കാര്യം? ഈ മുടിഞ്ഞ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകൂടങ്ങൾ വന്ന് കയറല്. കഷ്ടകാലത്ത് അരക്കും ചെയ്ത കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു. ഇനി എന്തൊക്കെയാണാവോ അനുഭവിക്കാൻ പോകുന്നത്. ഷട്ടിയും കോളാൻ വരാവന്മാര് കൊണ്ടുപോയി. പുതിയതൊന്ന് വാങ്ങാനാണ് കയ്യിലിട്ട് കാശും ഇല്ല. വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. എടോ തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവോ? എങ്ങനെ മനസ്സിലാവാം? മുഖം മൂടിയിട്ട് കരിഭൂതങ്ങളെ പോലെയല്ലേ വന്നത്. ഭൂതം തന്റെ ഒരു കുറുപ്പേ, ഞാൻ നിക്കറും ടീഷർട്ട് ഒന്ന് കഴിക്കണമെന്ന്. എന്തിന്? നിക്കറുമല്ല എപ്പോഴും ചെളിയാ, ടീഷർട്ട് ആണെങ്കിൽ വേർത്ത് നാറി. എന്താ ചെയ്യാ? ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം. കിണറ്റിലാണെങ്കിൽ കപ്പിയും കയറും ഇല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് നനച്ചോണ്ട് പാടോ. ഞാനിവിടെ പിറന്ന പടി നിൽക്കുക. മുണ്ടൂരി തന്നിട്ട് ഞാൻ പിന്നെ കോണം എടുത്തോണ്ട് പോകും. തനിക്ക് വയസ്സായില്ലടോ. വയസ്സായി എന്നിട്ട് ഒന്നും എടുക്കാണ്ടിരുന്ന നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. ആ പോ 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 വേഗം വരണം. അയ്യോ എന്താ? ഒന്നുമില്ല ഒന്നുമില്ല. ആരാ? ഞാനാ. ഏ ഞാൻ മീനുവാ. വാതിൽ തുറക്ക്. എന്തിനാ? ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് നൂണ് വേണ്ട. അതെന്താ? നല്ല സുഖമില്ല. അയ്യോ ഈശ്വരാ. അച്ഛാ, ആച്ചമ്മേ, അച്ഛാ, ആച്ചമ്മേ, ഓടി വാ. ദൈവമേ ഇവിടെ നിന്ന് നാശമാക്കും. എടോ കുറുപ്പേ, എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. എടോ കുറുപ്പേ. എന്താ എന്താ എന്താ? അച്ഛാ, എന്താ മോളെ? അച്ഛാ, കേണു സാറിന് എന്തോ പറ്റി? കേണൽ സാർ എന്തോ പറ്റിയത്? കേണൽ സാർ, കേണൽ സാർ, കേണൽ സാർ. അയ്യോ താങ്ങാൻ പറ്റില്ല. ജനലിന്റെ അടുത്തേക്ക് വാ. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അതാ നടക്കാൻ വയ്യാത്തത്. അയ്യോ അമ്മേന്ന് നിലവിളിക്കണം ഞാൻ കേട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? വാതിലടിച്ചു പൊളിക്ക്. വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത്. ചവിട്ടി പൊളിക്കടാ. എന്റെ മേത്തോട്ടോ. ഞാനൊന്ന് കാണട്ടെ. നീ ഒന്ന് മാറിക്കേ. എനിക്ക് കേളനെ ഒന്ന് കാണണം. എന്താ സംഭവിച്ചത്? എനിക്ക് അറിയണം. എനിക്കൊന്ന് കേളനെ കാണണം. നീ ഒന്ന് മാറ്. ഇവിടെ മാറിക്കടാ. ഇവിടെ എനിക്കൊന്ന് കാണണം. കണ്ടിട്ടേ വരുന്നുള്ളൂ. എനിക്ക് കേളനെ ഒന്ന് കാണണം. ഞാൻ കണ്ടിട്ട് വരാം. നീ എന്നെ വിട്. എന്തോ ഞാൻ കണ്ട് കൂടാരാ? നിന്റെ അച്ഛൻ. ചോറ് എടാ ആയിക്കോളാം. ഓ എന്താണോ ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. താനൊരു കാര്യം ചെയ്യും, ഒന്ന് കന്റോൺമെന്റ് വരെ പോയി കുറെ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരുന്ന എന്തിനാ? നമുക്ക് രണ്ടുപേർ കൂടി അങ്ങോട്ട് പോയാൽ പോരെ? എങ്ങനെ പോകും? ടിക്കറ്റിന്റെ കാശ് വേണ്ടേ? കള്ളവണ്ടി കയറാ. കൊള്ളാം, നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല. തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല,
ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം, വേണ്ടേ വേണ്ട. എടോ, ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞ പെരുവഴിയാണോ പറഞ്ഞു തരുന്നത്? രണ്ടും കൂടെ ഇവിടുന്ന് കെട്ടിയെടുത്താ പിന്നെ പാൽക്കാരും അലക്കാരനും ആര് പൈസ കൊടുക്കും? പിന്നെ കേരളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ള ചീത്തപ്പരിവിടെ വേണം. ബാക്കി എല്ലായി. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റിന്റെ കാശ് ഇതിവിടെ ചക്രവലം തന്നോടല്ലേ പറഞ്ഞത്? നമുക്ക് അപ്പുറത്ത് ആച്ചമ്മയോട് കുറച്ച് കാശ് കടമാങ്ങിയാലോ? താൻ എന്നെ നാറ്റിച്ചേ അടങ്ങും. നാണമില്ലടോ വല്ലവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാൻ. ഇത്തിരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ. താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും. പട്ടിണി കിടന്നാലും ശരി, കാലാണ് ആരോടും കടമാക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോവും? താൻ എങ്ങനെയെങ്കിലും പോകും, അതൊന്നും എനിക്കറിയണ്ട. പിന്നെ കള്ളവണ്ടി എന്നെ വഴി.